മുന്നണി മാറ്റത്തെ ചൊല്ലി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. ജോസ് കെ മാണിയും 3 MLA-മാരും UDF-ലേക്ക് ചേക്കേറാമെന്ന നിലപാടിൽ. മുന്നണി മാറ്റ ചർച്ചകൾ തള്ളി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും രംഗത്തെത്തി. ഇരുവിഭാഗവും നിലപാടിൽ ഉറച്ചുനിന്നാൽ പാർട്ടിയിൽ പിളർപ്പിന് സാധ്യതയെന്നും സൂചനകളുണ്ട്. ഈ മാസം 14 ചേരുന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയാണ് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് വേഗം കൂട്ടിയത്. കത്തോലിക്ക സഭയുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും ഇടപെടലുകളും നിർണായകമായി. മന്ത്രി റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ 3 MLA-മാർ മുന്നണി മാറ്റത്തെ അനുകൂലിച്ചു. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും എതിർത്തു. ജോസ് കെ മാണിയുടെ മനസ്സും UDF-നൊപ്പം. 16 ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമെന്ന് ധാരണ. LDF യോഗത്തിലെയും മുന്നണിയുടെ കേന്ദ്രവിരുദ്ധ ധർണയിലെയും ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ചർച്ചയായി. പിന്നാലെയാണ് LDF നിശ്ചയിച്ച മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ പദവിയിൽ നിന്ന് ജോസ് കെ മാണി പിന്മാറിയെന്ന സൂചനകൾ പുറത്തുവന്നത്. ഇതോടെ ജോസ് കെ മാണി LDF-ന് പുറത്തേക്കെന്ന് ഏറെക്കുറെ ഉറപ്പായി. MLA-മാരായ ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും N ജയരാജും ഈ നീക്കത്തിൽ ജോസ് കെ മാണിക്കൊപ്പമുണ്ട്. എന്നാൽ മുന്നണി മാറ്റ ചർച്ചകൾ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLA-യും പൂർണ്ണമായി തള്ളുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ചെയർമാൻ തന്നെ നയം വ്യക്തമാക്കി. ഇന്ന് അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ കാര്യം ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. കേരള കോൺഗ്രസുകളെ കുറിച്ച് എക്കാലത്ത് ഇങ്ങനെ പുറത്ത് പല വാർത്തകളും വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും വിദേശത്തുള്ള ജോസ് കെ മാണിയുമായി ഫോണിൽ സംസാരിച്ചു. പിന്നാലെ ചർച്ച ശുഭകരമെന്ന സൂചന നൽകി സതീശന്റെ പ്രതികരണം. ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും, അല്ല വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ വിസ്മയം എന്താണെന്ന്. മുന്നണി മാറ്റത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന റോഷിയെ അനുനയിപ്പിക്കാമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. റോഷി വഴങ്ങിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് വീണ്ടും ഒരു പിളർപ്പിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മീഡിയ 1 തിരുവനന്തപുരം.